എല്ലാവർക്കും സ്വാഗതം. അപ്ഡേറ്റ്സ് കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലബിലെ ക്രിയേറ്റീവിന്റെ ഫിലിം അപ്ഡേറ്റ്സ് മാത്രം പറയുന്ന സെഗ്മെന്റ് ആണ്. ഇങ്ങനെ ഒരുപാട് സെഗ്മെന്റുകൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്ന് മാത്രമാണ് അപ്ഡേറ്റ്സ് കോർണർ എന്ന് പറയുന്നത്. ഇന്നിപ്പോ അപ്ഡേറ്റ്സ് കോർണറിന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പൊ എന്താ ആദ്യത്തെ അപ്ഡേറ്റ്? അതിൽ നിന്ന് നോക്കണേ നമുക്ക് പറയാമല്ലോ ടു നമ്മൾ ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന സിനിമയാണ്. അപ്പൊ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ സിനിമയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ നായിക മമിത പ്രമോദ് ആ സിനിമയ്ക്ക് വരണം. അപ്പൊ അവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരിപ്പോ നമ്മുടെ ദളപതിയുടെ ജനനായകൻ സിനിമയിലും അതുപോലെ തന്നെ അതിനുശേഷം ഒരു സിനിമയെ കൂടി അഭിനയിക്കുന്നുണ്ട് നമ്മുടെ പ്രദീപ് രംഗനാഥന്റെ പടത്തില്. അപ്പൊ ഈ രണ്ട് സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ ആദ്യം അവര് എന്താ പറയാ പ്രേമലുക്ക് സ്റ്റാർട്ട് ആവും. സിനിമ ഇപ്പൊ തന്നെ അവർ പ്ലാൻ ചെയ്യണത് ഫെബ്രുവരിക്കാണ്, 2023 ഫെബ്രുവരി. നമുക്കറിയാം. അതെ, കാരണം ഓൾറെഡി പ്രേമലു റിലീസായത് ഫെബ്രുവരിയിലാണ്. അപ്പൊ അവർ ആ ഒരു വീക്കിലേക്കാണ് പ്ലാൻ ചെയ്യണത്. അപ്പൊ ഇപ്പോ എന്താ പറയാ ജനനായകൻ ഷൂട്ട്, അതിനുശേഷം അവർ പ്രദീപ് രംഗനാഥന്റെ 4ാമത്തെ സിനിമയ്ക്കാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. 4ാമത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സുധാകങ്കരുടെ ഐഡിയ ആയിട്ടുള്ള കീർത്തീശ്വരൻ പറഞ്ഞിട്ടുള്ള ആളാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. പുള്ളിയുടെ ഡെബ്യൂ ഫിലിമാണ്. സിനിമ മൈത്രി മൂവി മേക്കേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വലിയ പ്രൊഡക്ഷൻ ഹൗസ് ആണ്. അതുപോലെ തന്നെ സിനിമയ്ക്ക് സായി അഭ്യങ്കറാണ് മ്യൂസിക്കും ചെയ്യുന്നത്. പുള്ളിയാണ് ഇപ്പൊ റീസെന്റ് ഒരുപാട് സിനിമകള് അനൗൺസ് ചെയ്തിട്ടുള്ളതില് ഉള്ള ആള്. അതെ അതെ. പിന്നെ ഈ പ്രദീപ് രംഗനാഥന്റെ പടത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നെറ്റ്ഫ്ലിക്സ് അതിന്റെ റൈറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം പ്രദീപിനെ സംബന്ധിച്ചിടത്തോളം ഒരു റൈസിംഗ് സൂപ്പർ സ്റ്റാർ ആണ് പുള്ളി. അതെ അതെ അതെ. പിന്നെ നമ്മുടെ ജനനായകന്റെ ഷൂട്ടിന്റെ ഒരു അപ്ഡേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ജനനായകന്റെ ഷൂട്ട് ഇപ്പോ അതില് വിജയ് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയും. അത് ആദ്യം ഒരു ഇലക്ഷൻ കമ്മീഷണർ എന്നുള്ള തരത്തിലേക്ക് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ 2 ഗെറ്റപ്പ് കാണുമ്പോൾ ഒരു ഗെറ്റപ്പ് ഒരു പോലീസ് ഗെറ്റപ്പ് ആണ്. സിനിമയിൽ അദ്ദേഹം ഒരു സർവീസിൽ നിന്ന് വിട്ടു പോലീസ്മാന്റെ റോള് ചെയ്യും എന്നുള്ള തരത്തിലൊരു ഇത് കേൾക്കുന്നുണ്ട്. അപ്പോ സിനിമയുടെ അതുപോലെ തന്നെ സിനിമയുടെ വിതരണാവകാശത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് റോമിയോ പിക്ചേഴ്സ് അത് 90 crores മേലേക്കാണ് ചെയ്തത്. സെക്കൻഡ് ഗസ്റ്റ് ആണ് ആഫ്റ്റർ ലിയോ. അപ്പോ അതില് വലിയ അത്ഭുതമൊന്നുമില്ല. അപ്പോ പിന്നെ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഫിലിം ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്ന സിനിമയും കൂടിയാണ്. അപ്പൊ അത് അങ്ങനെ വിറ്റുപോയതിന്റെ ഒരു വാർത്തയും കൂടി. സിനിമയിൽ ഇനിയിപ്പോ എത്ര ദിവസത്തെ ഷൂട്ടിംഗ്? ഇനി വിജയുടെ പോർഷൻസ് മെയ് 5 തീർക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോ അന്നൊരു സോങ് കൂടെ കിട്ടുന്ന അവർ തീർക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഒരു പക്ഷെ അന്ന് അദ്ദേഹത്തിന്റെ ഈ സിനിമയുടെ ലാസ്റ്റ് ഡേ ആണെങ്കിൽ അതൊരു വലിയൊരു ആഘോഷമായിരിക്കും എന്തായാലും. എനിക്ക് തോന്നുന്നത് ജൂണിൽ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ. സിനിമയുടെ വരാതിരിക്കില്ല. പോസ്റ്റർ മാത്രമായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഒരു ഫസ്റ്റ് സിംഗിളോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടീസറോ ഒരു മേക്കിംഗ് വീഡിയോ എന്തെങ്കിലും ഒന്ന് വന്നുകൂടായി കഴിഞ്ഞാൽ. അടുത്തത് ഇപ്പോ ജനനായകൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ തമിഴ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ തലൈവർ രജനീകാന്തിന്റെ ജയിലർ സിനിമയുടെ കാര്യം നോക്കുമ്പോ അതിന്റെ ഷൂട്ട് ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതായത് ഷെഡ്യൂൾ ബ്രേക്ക് ഇല്ലാണ്ട് പെട്ടെന്ന് ഷൂട്ട് തീർത്തോണ്ടിരിക്കുക. ഇനിയിപ്പോ ഷെഡ്യൂൾ ബ്രേക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്കറിയാം അട്ടപ്പാടിയിൽ ഷൂട്ട് ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതൊരു വാർത്ത ഒരു മലയാളം നടൻ ആ സിനിമയിൽ വരുന്നുണ്ടെന്നാണ്. പർപ്പസിന്റെ പേരാണ് കേൾക്കുന്നത്. അത് ഇപ്പോ രജനീകാന്തിനെ സംബന്ധിച്ചിടത്തോളം വേട്ടയന്റെ ഭാഗത്ത് ഒരു പോസ്റ്ററായിട്ട് വന്നത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരിക്കും തോന്നുന്നതാണ്. അത് ക്യാരക്ടർ എങ്ങനത്തെ ആയിക്കോട്ടെ. അപ്പൊ അതിന്റെ പെർഫോമൻസിന്റെ കാര്യം എല്ലാവരും പറയുന്നു. തമിഴിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ കാര്യം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബൂസ്റ്റുമാണ് സിനിമയെ സംബന്ധിച്ചത്. അതെ, വേട്ടയൻ സിനിമയിൽ നമ്മൾ ഫഹദിനെ നോക്കുമ്പോ പലർക്കും പല അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹമുള്ള പോർഷൻസ് ഒരു പ്രത്യേകം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബാറ്ററിയാണ്. രജനീകാന്ത് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹമുള്ള പോർഷൻസ് വരെ സിനിമ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. അപ്പൊ അദ്ദേഹം ജയിലറിൽ വരുന്നുണ്ട്. പിന്നെ രജനീകാന്തിന് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്. അപ്പൊ പിന്നെ അദ്ദേഹം ജയിലറിൽ വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ് അത്. തമിഴിലിപ്പോ മോശമില്ലാത്തൊരു. അതെ 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 അതെ. അപ്പൊ തമിഴിലും അദ്ദേഹത്തിന് വലിയൊരു മാർക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ജയിലർ 2ന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നെൽസന്റെ അടുത്ത സിനിമ. അതൊരു വൺ അപ്ഡേറ്റ് ആണ്. നെൽസന്റെ അടുത്ത സിനിമ ജൂനിയർ NTR നായകനായിട്ടുള്ള ഒരു തെലുങ്ക് സിനിമ ആയിരിക്കും. തമിഴിലും ഒരേ സമയം റിലീസ് ചെയ്യുന്ന സിനിമ ആയിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. അതിപ്പോ 2 തവണ ജൂനിയർ NTRന്റെ മാനേജറും പിന്നെ ഒരു സ്റ്റേജ് വെച്ചിട്ട് NTR സംസാരിക്കുന്നതിന്റെ ഇടയിൽ നെക്സ്റ്റ് ഫിലിമിന്റെ കാര്യം ഒരു അപ്ഡേറ്റ് ആയിട്ട് തന്നെ നെൽസൺ ആയിരിക്കും സിനിമ സംവിധാനം ചെയ്യാന്നുള്ള സംതിങ്. ഇപ്പോ ജൂനിയർ NTR നീലിന്റെ സിനിമയിൽ പ്രശാന്ത് നീലിന്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സിനിമ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് അതോ ദേവര 2-ന് മുമ്പ് ഈ സിനിമ ചിത്രീകരണം തുടങ്ങുക എന്നുള്ളതാണ് ഒരു വാർത്ത. അതേമാതിരി
ഇപ്പോ KGF കഴിഞ്ഞിട്ട് പ്രശാന്ത് നീൽ സലാർ ചെയ്തെങ്കിൽ KGF കഴിഞ്ഞിട്ട് യാഷിന്റെ നമ്മള് ഒരു അടുത്ത സിനിമ എന്നുള്ള സംഗതി ഇപ്പൊ ടോക്സിക്, അത് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ആ സിനിമയെ പറ്റിയിട്ട് എന്താ ഗീതു മോഹൻദാസ് ആ സിനിമ സംവിധാനം ചെയ്യണമെന്നൊക്കെ ആയിരുന്നു. എന്തായിരുന്നു ആ സിനിമയുടെ ഇപ്പൊ ഒരു വീഡിയോ ഇപ്പൊ ആ സിനിമയിൽ ഇപ്പൊ ഒരു ഇത് വന്നിരിക്കും. നമ്മുടെ മലയാളമായിട്ടുള്ള സുദേവ് നായർ സിനിമയിൽ ഒരു വില്ലമേഷം ചെയ്യുന്നുണ്ട്. ഇപ്പൊ അടുത്തൊരു ബർത്ത്ഡേ പാർട്ടിയുടെ വീഡിയോ, അത് സുദേവ് യാഷും കൂടിയിട്ട് ഉള്ള ഒരു ഇതാണ്. അത് സുദേവ് നായർ ആ സിനിമയിൽ അഭിനയിക്കുന്നതിൽ എനിക്ക് വലിയ അത്ഭുതമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കതിനുള്ള കാലിബർ ഉണ്ട്. പിന്നെ ഗീതു മോഹൻദാസിന്റെ ഹസ്ബൻഡ് രാജീവ് രവിയുടെ ഇഷ്ട നടനാണ് തുറമുഖത്തില് എന്നുള്ള മാത്രമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ സുദേവ് കുറച്ച്, അതായത് പലർക്കും അറിയുന്ന കാര്യമാണെന്ന് അറിയാം, ഫസ്റ്റ് സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് ആക്ടർക്ക് വാങ്ങിയ ആളാണ് സുദേവ്. അത് എന്താ പറയാ, അത് കുറെ ആൾക്കാർ സിനിമയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടോ എന്താണ് സിനിമ അതൊരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ആണ് അതിലൊരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാളായിട്ട് അങ്ങനെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സിനിമയ്ക്ക് അങ്ങനെ അത് അയാളൊരു മോശം നടനോ അല്ലെങ്കിൽ അയാൾ ഭാഗ്യം കൊണ്ട് കയറി വന്ന ആളാണ്. അപ്പൊ അത് ടോക്സിക്കിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് ഇദ്ദേഹം വരുന്ന പറയുമ്പോ അത് അവര് ഗംഭീരമായിട്ട് എടുക്കട്ടെ. വില്ലന്മാരിൽ ഒരാളും ഒരു വില്ലനോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രധാന കഥാപാത്രമായിരിക്കാം, എന്തായാലും അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. അതെ, അതന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്.